ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം രാവിലെ എണീറ്റ് 6:30 കഴിഞ്ഞ്. അങ്കിത്തും അബിയൊക്കെ എണീറ്റില്ല, അവർ എണീറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. മുട്ടക്കറിയും ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കുഴച്ചെടുക്കണം. എൻ്റെ സൂര്യതിച്ച് വരുന്നു. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവൊക്കെ എടുത്ത് ഉപ്പിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. എണ്ണയൊന്നും ഒഴിക്കത്തില്ല, ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ച് കുഴച്ചെടുക്കും. റൊട്ടി നല്ല സോഫ്റ്റ് ആയിരിക്കും, കുഴപ്പമൊന്നും കാണത്തില്ല. എൻ്റെ അബി എണീറ്റിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ റെഡിയായി. പിന്നെ മുട്ടക്കറി കുക്കറിലാണ് വെച്ചത് എളുപ്പത്തിനായിട്ട്. ചപ്പാത്തി വരത്താൻ എനിക്ക് പുതിയ അസിസ്റ്റൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. അങ്കിത് വെക്കേഷൻ ആയതുകൊണ്ട് ട്രെയിനിങ്ങാണ്. എൻ്റെ അങ്കിത്തിൻ്റെ റൊട്ടി ഇന്ത്യയുടെ ഭൂപടം പോലൊക്കെ ഇരിക്കുന്നു. വിക്കു ആണ്ട് ഇന്ത്യയുടെ ഷേപ്പ്. അബി കുളിക്കാൻ പോയേക്കുന്നു. കുളിച്ചിട്ട് വരും. ഇപ്പം പരത്തി തന്നിട്ട് അങ്കിത്ത് പോയി കുളിക്കും. ചുട്ടു വെച്ചിട്ട് ഞാനും പോയി കുളിക്കും. കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ കഴിക്കും. ഷേപ്പ് ഇപ്പം ഏതായാലും ഇത് കഴിച്ചാൽ പോരല്ലേ. പാവം കുട്ടി സഹായിക്കുക. അബി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ചുപ് ചുപ്ക്ക് പുറകെ നിൽക്കുന്നുണ്ട്. അബി തോർത്തോണ്ടിരിക്കുക, അതുകൊണ്ട് വരുത്തിയില്ല ക്യാമറക്കകത്ത്. ഇപ്പം നമ്മളല്ല അങ്കിത്തും അബി അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അവർക്കുള്ളതായിട്ടുണ്ട്. ഇനി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് അങ്കിത്ത് കുളിച്ച് വന്നിട്ടുണ്ട്. ചായ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചായ എടുത്തോണ്ടോ. ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിക്കും വെച്ചിരി കേട്ടോ. കഴിഞ്ഞു. ഞാൻ കുളിച്ചിരിക്കാൻ പോവാണ്. എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ രാവിലത്തെ പണി തുടങ്ങാം. അങ്കിത്തോ അവൻ്റെ അബാക്കസ് കൊണ്ടിരിക്കുക. ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ, അറിയാൻ പോകുന്നേ. പറയാമോ? കുറേ നാളായി ചെയ്തിട്ടേ. ഇവിടെ വന്നിട്ട് പിന്നെ അബാക്കസ് പഠിക്കാൻ പറ്റിയില്ല. അബാക്കസ് ചോദിക്കട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അബിക്ക് ഹോംവർക്ക് എഴുതാൻ പോയി. എഴുതാൻ പറഞ്ഞു, പക്ഷെ ഇപ്പം ഞാൻ ചോദിക്കാന്നല്ലേ പറഞ്ഞത്. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞായിരുന്നു, പിന്നെ ചെയ്തില്ല അവര്. തേർഡ് സെമസ്റ്റർ ഇനി പറ്റുന്നെങ്കിൽ പിന്നെ ചെയ്യണം. സെമസ്റ്റർ 1 സെമസ്റ്റർ 2 അമേസിംഗ് ബ്രെയിൻ. സെമസ്റ്റർ 2 ബുക്ക് സി ഉണ്ട്. അപ്പം ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അഡീഷൻ ആണേ. 29 + 21 + 44 94. ഓ, നീ ഇവിടെ കാൽക്കുലേറ്റർ കൊണ്ടിരിക്കുക. അഭി ചെക്ക് ചെയ്യാനിരിക്കുക. നീയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. 57 + 16 + 11 + 11 84 ആണോ? സ്പീഡ് കുറവാ കേട്ടോ. കുറേ നാളുകൊണ്ട് പ്രാക്ടീസ് ഇല്ലാതിരിക്കുന്നുണ്ടായിരിക്കും. 49 + 14 + 25 അബാക്കസ് ചെയ്യാൻ പാടാണോ അതിനകത്ത്? ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അതിനകത്ത് 55 + 17 + 23 17 + 23
equals to 95. യെസ് 95. ഇനി വേറെ ചെയ്യേ 29 പ്ലസ് 24 പ്ലസ് 26. 24 പ്ലസ് 26 79. ഇനി പ്ലസ് മൈനസ് ഉള്ളത് ചോദിക്കാൻ 54 പ്ലസ് 35 മൈനസ് 31 മൈനസ് 38 31 അല്ലേ പറഞ്ഞേ. നെക്സ്റ്റ് പ്ലസ് ചോദിക്കാം 45 പ്ലസ് 19 പ്ലസ് 44 एक नंबर से चूक जा तू एक नंबर से चूक रहा है. ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ. പ്ലസ് മൈനസിലുള്ള 4 ഡിജിറ്റ് ചോദിക്കേ. 4 നമ്പർ ചോദിക്കാം. 97 മൈനസ് 58 പ്ലസ് 41 പ്ലസ് 34 4. 149. യെസ്. അങ്കിത്തിന് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ഇനി നമുക്ക് റെഡി അഭിജിത്ത് അഭിയെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവന് ചെയ്യാൻ താല്പര്യമില്ല. നമുക്കിനി ബാക്കി പിന്നെ അടുത്ത സെമസ്റ്റർ പിന്നെ പഠിക്കാം അല്ലേ. എന്നാ പിന്നെ ഹോളിഡേ ഹോംവർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിക്കോ. ഞാൻ തൂത്തൊക്കെ വാരി തുടച്ചിട്ടൊക്കെ വരാം. അപ്പോഴത്തേക്ക് ഒരു പയ്യൻ വരും ട്യൂഷൻ. അവന് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് അടുത്ത പണികൾ പോവാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പണിയെല്ലാം കിച്ചണെല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്കലത്തേക്കുള്ളത് ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. തുണി കഴുകണം, തൂത്ത് വാരണം, തറ ഉടയ്ക്കണം. അതൊക്കെ ചെയ്തിട്ട് അടുത്ത പണി തുടങ്ങും. എന്നും ഇവിടെ തുടച്ചേ പറ്റത്തുള്ളൂ. ഭക്ഷണം നമ്മൾ തറയിലിരുന്നാണ് കഴിക്കുന്നത്. അന്നേരം അപ്പോൾ അതിൻ്റെ ഭക്ഷണമൊക്കെ വീഴുന്നതിൻ്റെ അഴുക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നും തൂത്തുവാരി തുടച്ചേ പറ്റത്തുള്ളൂ തറ. പിന്നെ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് തറയിൽ എപ്പോഴും മുടിയാണ്. അതിന് തൂത്തുവാരി എടുത്തോട്ട് പോകുന്നതാണ് ഭയങ്കര പണി. തറയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കടുത്ത് തുണി കഴുകാണ്ട്. തുണിയൊക്കെ കഴുകി എത്തുമ്പോഴത്തേക്ക് ട്യൂഷനുള്ള ഒരു പയ്യൻ വരുമ്പോൾ വെക്കേഷനാണ്. എന്നാലും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ലീവിന് പോയി. അതുകൊണ്ട് ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അങ്ങനെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് ഇന്നത്തെ പണിയെല്ലാം രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അങ്ങനത്തെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം പഠിക്കാനുള്ളതും പഠിപ്പിക്കാനുള്ളതും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഉച്ചക്കലത്തേക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ അങ്കിത്തും അബിയും കൂടി ഇരിക്കും. അവർക്ക് ഹോളിഡേ ഹോംവർക്കൊക്കെ കുറേ ഉണ്ട് എഴുതാൻ. അപ്പോൾ അത് എഴുതാനും ഒക്കെ അവരും കൂടെ ഇരിക്കും. അങ്ങനെ നമ്മളെല്ലാം കൂടെ എഴുത്തും പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് 12 മണിയൊക്കെ ആവും ചോറ് വെക്കാനൊക്കെ. അപ്പോൾ സമയം 12 മണിയാവുന്ന. ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കണം. അതിന് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന മീനുണ്ട്, നെത്തോലി. കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് അതിനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് കറിയാക്കണം. ചോറ് വെക്കണം. പിന്നെ കോവയ്ക്ക ഉണ്ട്, അത് ഫ്രൈ ചെയ്യണം. നേരത്തെ എടുത്ത് മറന്നുപോയി അതുകൊണ്ട് കട്ടിയായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച നെത്തോലി കിട്ടിയായിരുന്നു. അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കറി വെക്കണം. അതിനെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ പയ്യൻ പോയതേ ഉള്ളൂ. ഇനി ഇപ്പോൾ 12 മണി കഴിഞ്ഞ് ഇനി നമുക്ക് ചോറും കറിയും വെക്കാൻ നോക്കാം. അതിനിടയ്ക്ക് പാല് വന്നായിരുന്നു. പാല് വാങ്ങിച്ച് തിളപ്പിച്ച് വെച്ചു. ഞാൻ കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത്. ഈ നാട്ടിലെ ഇവിടെ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണ്. ഇവിടെ നമുക്കാണെങ്കിൽ 5 കിലോ അരിക്ക് 400 രൂപയാണ് വില. ഇത് നല്ല ഫ്രഷ് കോവയ്ക്ക. കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ പന്നല്ല, ഇപ്പോൾ ചുമന്ന് പോകും, പഴുത്ത് പോകും. അപ്പോൾ ഇതിപ്പം കുഴപ്പമില്ല, നല്ലതാണ്, നല്ല ഫ്രഷാണ്. ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പം ഇതിന് നമുക്ക് വേവിക്കോട്ട് വെക്കണം. തൈരുണ്ട്, തൈര് നമുക്ക് കറിയും വെക്കാം, മോര് കറി വെക്കാം.
ഇതിനകത്ത് തൈര്. പക്ഷെ തൈര് കറി വെക്കുന്നതിനെക്കാട്ടും ഇഷ്ടം അവിടെ അല്ലാതെ പച്ചമോരാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. മീൻ അരയ്ക്കാൻ കൊച്ചുള്ളി ഇല്ല, സവാള ഇട്ട് ചോറിന് വിസിൽ വരാറായിട്ടുണ്ട്. നമുക്കിനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. മീൻ കറി വെക്കാം, നെത്തോലി കറി വെക്കാൻ പുളി ഇട്ട് വെക്കാം. നോ തേങ്ങ, തേങ്ങയില്ല ഇവിടെ, തേങ്ങ ഭയങ്കര ക്ഷാമമാണ് ഗൈസ്. അയ്യോ തിരി ഉണ്ടാവും അതിനകത്ത്, വേണ്ട. ചോറിന് വിസിൽ വന്നത് ഇതിൻ്റെ വിസിൽ കിടന്ന് കറങ്ങും. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് അരച്ചെടുക്കാം. അച്ഛൻ വന്നപ്പോൾ കുറേ സിപ്പപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് സിപ്പപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് അഭി തന്നെ എല്ലാവർക്കും ഓരോന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഓരോ ടേസ്റ്റ് എടുത്ത് ഫ്ലേവർ എടുത്ത് ടേസ്റ്റ് ചെയ്യാണ്. ഹലോ ഹലോ. ഇപ്പോൾ ഞാൻ ഈ മാങ്ങ എടുക്കും. ക്യാമറമാൻ അപ്പം നമുക്ക് കുറച്ച് മീനെടുത്ത് കറി വെക്കാം, കുറച്ച് ഫ്രൈ ചെയ്യാനും വെക്കാം, അങ്കിത്തിനും അബിക്കും മാത്രം. ബാക്കി കറി വെക്കാം. കറി വെക്കാൻ അരച്ച് വെച്ചേക്കുന്നത് കൂടെ ചേർക്കാം. നമുക്ക് 2 പച്ചമുളകും കൂടെ ഒക്കെ ഇട്ട് തക്കാളിക്കയും കൂടി ഇടാം. തക്കാളിക്ക ഇടാം. പച്ചമാങ്ങ അല്ലെങ്കിൽ അതിട്ടാലും മതി. നേരത്തെ ഞാൻ പച്ചമാങ്ങ ഇട്ട് നെത്തോലി കറി വെക്കുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്നത് കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് കലക്കിയെടുക്കാം. ഉള്ളത് 20 രൂപയ്ക്കുള്ള മീൻ നമുക്ക് മസാല ഇരട്ടി വെക്കാം. അവർക്ക് മാത്രം ഫ്രൈ ചെയ്യാൻ. കുറച്ച് ഒന്നുകൂടെ പറ്റട്ടെ. ഇച്ചിരി പിന്നെ പുളി ഇട്ടായിരുന്നു, മീൻ പുളി ഇട്ടായിരുന്നു. പിന്നെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞ് നമുക്ക് അതിനൊന്ന് വെഴുക്കോട്ട് വെക്കണം. വെഴുക്കോട്ട് വെക്കുന്നതിന് മുമ്പിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വൈകിട്ട് ചായക്കുള്ളത് ചീനിയാണ് തോന്നുന്നത്, ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഫ്രൈ ചെയ്ത് മീനിനകത്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. വെളിച്ചെണ്ണയല്ല, അല്ലാത്ത എണ്ണ, സൺഫ്ലവറാണ്. വെളിച്ചെണ്ണയൊക്കെ തീർന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് ലീവ് കിട്ടുന്നെങ്കിൽ നാട്ടിലൊക്കെ പോകണം. അതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നതൊന്നും വാങ്ങിച്ചില്ല. ഇത് ഫ്രൈ ചെയ്ത് നോക്കാം. എന്നെ വറുത്തെടുത്തിട്ടുണ്ട്. വൈകിട്ട് ചായക്കുള്ളതായിട്ടുണ്ട്. ഒരു കോവയ്ക്ക വെളുക്കോട്ട് വെക്കാനും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇട്ട് അടച്ച് വെച്ച് കഴിക്കും. അവർ പിള്ളേർക്കുള്ള മീനും കൂടെ വറുത്തെടുക്കാം. മീനൊക്കെ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുക്കറിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ആ ഫ്രൈ പാനായിട്ട് ചോറ് നമുക്ക് അടച്ചിടണം.
നമുക്ക് മോരുകറി വെക്കണം. മോരുകറിക്ക് മോര് കലക്കി വെച്ചിട്ടുണ്ട്. കടുക് വറുത്തിട്ടേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ. പിന്നെ തേങ്ങ അരക്കത്തില്ല. പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് മുരിങ്ങയില കഴുകി ഉണക്കി പൊടിച്ചത്. അത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഈ കറിക്കകത്തൊക്കെ ഇട്ടെടുക്കാം. അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കുമ്പോഴും അതിലൊക്കെ ഇട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇടാം. ഒന്ന് ഫ്രൈ ആയിട്ട് ഇച്ചിരി ചില്ലി ഫ്ലേക്സും കൂടി ഇടാം. നമുക്ക് തൈരും കൂടെ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്കിത്ത് ചോറ് കഴിക്കാൻ പോവാനി. അവിക്കും ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി. കറണ്ട് പോയി കഴിഞ്ഞാൽ കിടക്കാൻ പറ്റൂല. അതുകൊണ്ട് വിചാരിച്ചു കുറച്ച് കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ പറക്കി വെക്കാന്ന് ലീവിന് പോകാമെന്ന് വിചാരിച്ചു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടി വി ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്കിത്തും അബിയൊക്കെ പുറത്തിറങ്ങി എന്ന് കളിക്കുന്നു. അകത്ത് ഭയങ്കര ചൂട്. നമുക്ക് ചായ ഉണ്ടാക്കാം. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി. പിന്നെ ഭയങ്കര പാടിങ്ങനെ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം. ചായക്ക് നല്ല ചക്കവറ്റിൽ ചീനി വറ്റിൽ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചായ ഉണ്ടാക്കാം. ചായ കുടിച്ചിട്ട് പോയി. ഹസ്ബൻഡ് കുടിച്ചിട്ട് പോയി. പിള്ളേർ പുറത്ത് കളിക്കുന്ന. നമുക്ക് ചായ ഇടാം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തുറന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അൺബോക്സിങ് കഴിക്ക്. ഈറ്റിട്ട് ഞങ്ങൾ ചായ കുടിച്ച് കുടിച്ച് പുറത്ത് വരെ എത്തി ഗൈസ്. തോന്നി പുറത്ത് വന്നപ്പോ ചൂട് ഭയങ്കര. കറണ്ട് ഇല്ലെങ്കിൽ ഇരിക്കാൻ വയ്യാത്ത. ചൂടിന്റെ വാസം നടക്കാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. അമ്മ വിളക്ക് കത്തിക്കുന്നു. അമ്മയുള്ളപ്പോൾ അമ്മയുടെ വിളക്ക് കത്തിക്കുന്നത്. പിന്നെ അങ്കിത്തും അബിയൊക്കെ പുറത്ത് കഴിക്കുന്നു. ഇരുട്ടൊന്നും ആയില്ല. 6 മണി 6:30 ആയി. എന്നിട്ട് ഇരുട്ടൊന്നും ആയൊന്നുമില്ല. ഇപ്പം സമയം 6:45 കഴിഞ്ഞു. വിളക്ക് കത്തിച്ച് വെച്ചു. ഇനി അമ്മാരെ വിളിച്ചോണ്ട് വരട്ടെ. ഞാനൊരു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ. സർപ്രൈസ് കൊടുക്കാൻ വാങ്ങിച്ചതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞെടുത്ത് അവർ കൊണ്ടു തന്നില്ല. പിന്നെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ച് പറഞ്ഞു. ഹസ്ബൻഡ് തന്നെയാണ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ തുറന്ന് കാണിച്ചാൽ കൊടുത്തു. ഇത് ഡെയിലി യൂസിന് പറ്റിയത്. ഡെയിലി യൂസ്. പിന്നെ നമുക്ക് രാത്രിയിലും റൊട്ടിയായിരുന്നു. റൊട്ടിയും പിന്നെ വെജ് മഞ്ചൂരിയൻ്റെ ഹോട്ട് ഗാർലിക്സിൻ്റെ ഒരു നൂഡിൽസ് ഉണ്ടായിരുന്നു. അതും ഉണ്ടാക്കി. അങ്ങനെ റൊട്ടിയും നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ കുറച്ച് സഹായിക്കാൻ ഹസ്ബൻഡും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൊട്ടിയുടെ കൂടെ നൂഡിൽസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റൊട്ടിയും നൂഡിൽസും എല്ലാം കൂടെ കഴിച്ചു. പിന്നെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിച്ച്. പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സമയം എത്രയായി? സമയം 10 മണിയാവാറായി. സമയം 9:45 കഴിഞ്ഞ് 10 മണിയാവാറായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞു. അങ്കിത്ത് ഇപ്പോഴും ഹോംവർക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നാളെ സൺഡേ അല്ലേ. ഇന്ന് സാറ്റർഡേയിലെ വീഡിയോ ഞങ്ങൾ എടുത്തത്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് തട്ടിമുട്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.